സമയത്ത് നിങ്ങളെ പാർട്ടി അറിയിക്കും. എനിക്കതിന്റെ ഇൻഫർമേഷനോ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളോ പറയേണ്ടത് KPCC നേതൃത്വവും മുഖ്യമന്ത്രിയും പാർട്ടി നേതൃത്വമാണ്. അവരതിനെക്കുറിച്ച് ചർച്ചകൾ നന്നായി മുന്നോട്ട് പോയി. ഏത് തീരാത്ത പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന ഉജ്ജ്വലമായ നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തിന്റെ സക്രിയമായിട്ടുള്ള സമയം വിനിയോഗിച്ചുള്ള ഇടപെടൽ എല്ലാം ഫലം കാണും എന്ന് പൂർണ്ണമായും പ്രതീക്ഷിക്കുന്നു. ടി സിദ്ദിഖ് മന്ത്രിയാകാൻ സാധ്യത തെളിയുന്നു, അത് കൂടുതൽ സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന തലത്തിൽ കൂടി വരുമ്പോഴാണ് ആ പ്രതികരണം ശ്രദ്ധേയമാകുന്നത്. ആർ ശ്രീജിത്താണ് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ശ്രീജിത്ത്, അപ്പോൾ അൻവർ സാദത്തിന്റെ സാധ്യത മങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിൽ രമേശ് ചെന്നിത്തലയുടെ നിലപാടെന്ത് എന്നത് വളരെ പ്രധാനമാണ്. ഒപ്പം തന്നെ മറ്റു ചില വിവരങ്ങൾ, ചാണ്ടിയുമ്മൻ ഒരുപക്ഷെ മന്ത്രിസഭയിലേക്ക് ഉണ്ടാകില്ല എന്നാണോ, തിരുവഞ്ചൂർ സ്പീക്കർ എന്നതിൽ അതൃപ്തനാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് ഉൾക്കൊള്ളേണ്ടതുണ്ട്, ആ തരത്തിലേക്കൊക്കെ ചർച്ചകൾ പോവുകയാണോ? അനുജ, കോൺഗ്രസിൽ നിന്ന് ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ മന്ത്രിയായി പരിഗണിക്കുക എല്ലാ കാലത്തെയും പതിവാണ്. അത് എല്ലാ കാലത്തും കോൺഗ്രസ് ആ ഒരു പ്രാതിനിധ്യം ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് അൻവർ സാദത്തിൻ്റെയും ടി സിദ്ദിഖിൻ്റെയും ഷാനിമോൾ ഉസ്മാൻ്റെയും ഒക്കെ പേര് സജീവമായി പരിഗണിച്ചത്. ഷാനിമോൾ ഉസ്മാൻ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്, സീനിയർ നേതാവാണ്. അവർക്ക് കൂടി പ്രാതിനിധ്യം വേണം എന്നുള്ള തരത്തിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. എന്തായാലും മന്ത്രിയായി മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഇപ്പോൾ പരിഗണിക്കുന്നത് ടി സിദ്ദിഖിനെയാണ്. അദ്ദേഹം മന്ത്രിയാകാനുള്ള സാധ്യതയെ തെളിയുകയാണ്. അതോടുകൂടി അൻവർ സാദത്തിൻ്റെ പദവി, ഈ അൻവർ സാദത്തിന് മന്ത്രിസ്ഥാനം ലഭിക്കാനുള്ള സാധ്യത മങ്ങിയിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രി വി ഡി സതീശനും അൻവർ സാദത്തും ഒക്കെ ഒരേ ജില്ലയിൽ നിന്നുള്ള ആളുകളാണ്. അവർക്ക് അപ്പോൾ അവിടെ നിന്ന് എറണാകുളം ജില്ലയ്ക്ക് വലിയ പ്രാതിനിധ്യം വരുന്നു, എന്നാൽ മറ്റു ജില്ലകൾക്ക് തീരെ പ്രാതിനിധ്യം ഇല്ലാതെ വരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് അൻവർ സാദത്തിൻ്റെ പേര് പിന്തള്ളപ്പെട്ടു പോകുന്നത് എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ കളമശ്ശേരിയിൽ നിന്ന് അബ്ദുൽ ഗഫൂർ, അവിടെ നിന്ന് ഇപ്പോൾ ജയിച്ച അബ്ദുൽ ഗഫൂർ മന്ത്രിയായേക്കുമെന്ന് സൂചനയുണ്ട്. അപ്പോൾ അടുത്തടുത്ത കളമശ്ശേരിയും ആലുവയും അടുത്തടുത്ത മണ്ഡലങ്ങളാണ്. രണ്ട് മണ്ഡലങ്ങളിൽ നിന്നും ഒരേ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ വരുമ്പോൾ അതും ഒരു സന്തുലനത്തെ ബാധിക്കുമെന്നാണ് UDF കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം വന്നിരിക്കുന്നത്. ചാണ്ടി ഉമ്മൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്, ചാണ്ടി ഉമ്മൻ്റെ മന്ത്രി സ്ഥാനത്തിൻ്റെ കാര്യത്തിൽ പുനരാലോചനയുണ്ട്. എങ്ങനെയെങ്കിലും VT ബൽറാമിനെ മന്ത്രിസഭയിൽ എത്തിക്കാനുള്ള വളരെ ശക്തമായ നീക്കമുണ്ട്. VT ബൽറാം അത് നിയുക്ത മുഖ്യമന്ത്രി VD സതീഷിൻ്റെ ഒരു ചോയ്സാണ്. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിക്കണം, മന്ത്രിസഭയിലെ ഒരു പ്രധാനപ്പെട്ട വകുപ്പിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരണം എന്ന് താല്പര്യമുണ്ട്. അതാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അങ്ങനെയാണ് സാമുദായിക പ്രാതിനിധ്യം കണക്കിലെടുത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറായി പരിഗണിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നത്. എന്നാൽ അദ്ദേഹം ആ സ്ഥാനത്തിൽ തൃപ്തനല്ല. അദ്ദേഹത്തിന് രാഷ്ട്രീയ ഭരണകാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന, അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യമുള്ള പദവി വേണം എന്നാണ് തിരുവഞ്ചൂർ ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഒരു ചാൻസ് കൂടിയാണ്. കാരണം ഇപ്പോൾ തന്നെ 70 വയസ്സ് പിന്നിട്ട ആളാണ്. അപ്പോൾ ഇനിയൊരു മന്ത്രിസ്ഥാനത്തേക്കൊക്കെ വരിക എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ഇത്തവണ അദ്ദേഹത്തിനൊരു ഏറ്റവും നല്ല അവസരമാണ് എന്നാണ് അദ്ദേഹം കാണുന്നത്. അത്തരത്തിലുള്ള ചർച്ചകളാണ് തീരുമാനമാവേണ്ടത്. ഇപ്പോൾ വകുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾക്ക് പുറമെ ലിജു മന്ത്രിസ്ഥാനം ഉറപ്പിച്ച ലിജു എക്സൈസ് വകുപ്പിലേക്ക് വരുമെന്നാണ് ഉറപ്പാകുന്നത്. സണ്ണി ജോസഫ് റവന്യൂ നേരത്തെ തന്നെ നമ്മൾ നൽകിയതാണ്. അതോടൊപ്പം തന്നെ വൈദ്യുതി വകുപ്പിലേക്കായിരിക്കും PC വിശ്വനാഥ് മന്ത്രിസ്ഥാനത്തേക്ക് വരിക. AP അനിൽകുമാറിൻ്റെ വകുപ്പ് ഏതാണെന്ന കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതാണ് കെ മുരളീധരൻ ആരോഗ്യം എന്നുള്ളതും നമ്മൾ നേരത്തെ തന്നെ കേട്ടിരുന്നതാണ്. ഇപ്പോൾ അത് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. PC വിഷ്ണുനാഥ് വൈദ്യുതി വകുപ്പ് മന്ത്രിയാകും എന്ന പ്രധാനപ്പെട്ട വിവരം കൂടി. ലിജു ആകും എക്സൈസ് വകുപ്പ് മന്ത്രി. അങ്ങനെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.